നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോ ഇങ്ങനൊരു ഫാമിലി ഗെറ്റ് ടുഗദർ അച്ഛൻ പ്ലാൻ ചെയ്തത് എന്തിനാണെന്ന് അറിയാതെ എനിക്ക്. അത് എല്ലാവരെയും ഒരുമിച്ച് അച്ഛനൊന്ന് കാണാനാവും. അതിനൊന്നും അല്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സന്ദീപിന്റെ വിവാഹ കാര്യം അനൗൺസ് ചെയ്യാനാ. സത്യാണോ? സത്യാണോ സച്ചേണി പറയുന്നേ? പിന്നല്ലാതെ. ചിലപ്പോ വേഗം കല്യാണം ഉണ്ടാവും. അതെന്താ അങ്ങനെ പറഞ്ഞപ്പോ മുഖത്ത് വോൾട്ടേജ് അങ്ങ് കുറഞ്ഞത്? അല്ല, വേറൊന്നും കൊണ്ടല്ല സച്ചേട്ടാ. പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോ അതും ഈ സാഹചര്യത്തില്. അതിനല്ലേ നമ്മളൊക്കെ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും കൂടി ഇതങ്ങ് അടിച്ചു പൊളിക്കാന്നേ. ഒന്നിനും ഒരു കുറവും വരാതെ നമുക്ക് നോക്കാം. എന്താ പോരെ? മതി, ധാരാളം മതി. ഇതിപ്പോ സന്ദീപ് വിവാഹം കഴിച്ചില്ലെങ്കിലും അവളെന്റെ അനിയത്തി തന്നെയല്ലേ. ഞാനും താനും എല്ലാവരും ചേർന്ന് ഇതങ്ങ് നടത്തി കൊടുത്താൽ മാത്രം മതി. അതിന് ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവോ സച്ചേട്ടാ? ഒരാള് വലതുകാലം വെച്ച് കയറി വരുമ്പോ ഒരാള് പടിയിറങ്ങുമല്ലേ. എന്താന്നറിയില്ല, എല്ലാ കാര്യങ്ങളും അവസാനം വന്ന് നിൽക്കുന്നത് നമ്മുടെ ആ തീരുമാനത്തിലാ. അവളെ സന്ദീപിന്റെ കൈപിടിച്ച് കയറി വരുമ്പോ അവളെ സ്വീകരിക്കാൻ ഉമ്മടത്ത് ഞാൻ ഉണ്ടാവണം. ഇനി മുതൽ എന്റെ പ്രാർത്ഥന അതാ. എന്റെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഈശ്വരന് കൺഫ്യൂഷൻ ആവുകയുള്ളൂ. ഒന്ന് കഴിയുമ്പോ അടുത്തത്. പക്ഷേ എന്റെ ഒരു ഒറ്റ വലിയ പ്രാർത്ഥന ഈശ്വരൻ കേട്ടാ മതി. ബാക്കി എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ആവും അത്. അതെന്താ ആ വലിയ പ്രാർത്ഥന? ചുമ്മാ പറയേ. എന്നെ കൊണ്ട് പറ്റുന്നതാണോന്ന് നോക്കാലോ. എന്റെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ സച്ചേട്ടന് മനസ്സിലാവുന്ന ഒന്നല്ല. കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതുമല്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ഈശ്വരൻ എനിക്കത് സാധിച്ചു തരും. ഞാനും പ്രാർത്ഥിക്കാടോ തന്റെ ആ വലിയ ആഗ്രഹം നടത്തി തരാൻ. ചില പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ തന്നെ ഉണ്ട് സച്ചേട്ടാ. അതിന്റെ മുകളിലാ അതിലും വലിയ ആഗ്രഹങ്ങൾ നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്നത്. വല്ലപ്പോഴും നമ്മുടെ ചിന്തകളെ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും അത്. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണെന്നറിയോ സച്ചേട്ടന്? ഇല്ല. എന്നെ തന്നെയാ. ചിലതിനെ ഇത്രമേൽ സ്നേഹിക്കാൻ കഴിയുമെന്നും അതിനുവേണ്ടി എന്തും ചെയ്യാൻ കഴിയുമെന്നും പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ അതിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുമെന്നും എന്തു വന്നാലും ഒരു ചിരി കൊണ്ട് നേരിടാമെന്നും ഞാനിപ്പോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയുള്ള എന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയും സ്നേഹിക്കാനാ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സച്ചേട്ടൻ എന്തെങ്കിലും മനസ്സിലായോ? സത്യം പറഞ്ഞ ഇല്ല. ഇതൊക്കെ സച്ചേട്ടന് മനസ്സിലാവുന്ന ദിവസം നേരത്തെ പറഞ്ഞ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഈശ്വരൻ തരാൻ പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.